അതെ, ഇപ്രാവശ്യത്തെ പള്ളി പെരുന്നാളിന് ജോസിന്റെ സ്റ്റാള് പൂട്ടിക്കണം. പൂട്ടോളിയോ? അതല്ലേലും 10 മണിയാവും പൂട്ടുമല്ല. മോത കഴിഞ്ഞ് കച്ചവടം പൊളിക്കണോന്ന്. അയ്യോ, അവിടത്തെ പൊളി കച്ചവടാ. എന്റെ മാസം നിനക്ക് മനസ്സിലായോ? അലക്സേ, നീ മുൻകൈ എടുക്കണം. സ്മാർട്ട് ബസാറിലേക്ക് എത്ര ഈച്ച? സ്മാർട്ട് ബസാർ എന്റെ ഉപ്പാന്റെ അല്ല, ഓരോടെ പോയി ചോദിക്കോ. അങ്ങനല്ല, സ്മാർട്ട് ബസാറിലേക്ക് പോവാൻ എത്ര ഉണ്ട്? സ്മാർട്ട് ബസാറിൽ പോവാൻ ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. ഈ എർപ്പരല്ല ആര് ഡ്രൈവർ ആക്കി? അങ്ങനല്ല, അങ്ക് സ്മാർട്ട് ബസാറിലേക്ക് പോവാനുണ്ട്. നിങ്ങക്ക് പോവാനുണ്ടെങ്കിൽ നീ പോയിക്കറോ, എന്നോട് നിന്നെ ചോദിക്കുന്നത്. അങ്ങനല്ല ചങ്ങായി, റിക്ഷക്ക് എത്രയാവും? റിക്ഷ ഞാൻ കൊടുക്കുന്നില്ല ഭായി. ഞാൻ ബിസിനസ്സാ, ടൈൽസിന്റെ ഒക്കെ. ഞാൻ യൂട്യൂബറാ. അതിൽ നിന്നെല്ലാം കിട്ടുമോ? കൊള്ളാം, കിട്ടുമെന്നോ? ഈ ചായക്കട എന്റെ മേടിക്കാൻ പ്ലാനുണ്ട്. പിന്നെ ഒന്ന് പോടോ. ഫസ്റ്റ് ഞാൻ പറയുന്ന ഫുള്ള് കേക്ക്, എന്നിട്ട് വിശ്വസിച്ചാൽ മതി. അല്ലെ ഞാൻ പൊയ്ക്കോളാം. ചായ തീർന്നു, നാളെ കേട്ടാ മതിയോ? കാലൊടിഞ്ഞു കിടക്കുന്ന ഞാൻ, നീ എന്റെ ചങ്ക്. ആ, നീ വന്നാ? ഇപ്പൊ എങ്ങനെയുണ്ടടാ എന്റെ അളിയ? ഇനി ഒരു 2 ആഴ്ചത്തേക്ക് വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നണില്ല. ഓ, അളിയ, ഇനി എങ്ങനെ പോയാലും ഒരു 2 ആഴ്ച കഴിയാണ്ട് നീ ബെഡിന്റെ പുറത്തിറങ്ങത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ 2 ആഴ്ചത്തേക്ക് നിന്റെ ചെരുപ്പ് ഞാൻ എടുത്തോട്ടെ. ഒന്നുമില്ല, ഇതിന്റെ ഏതാണ് ഒറിജിനൽ വാഴകള്? ശരിയാണല്ലോ, അങ്ങോട്ട് മാറി നിൽക്കണ്ട കൊലക്കാത്ത വാഴകളെ. അച്ഛാ, പെട്ടെന്ന് ചാക്കി കയറിയാണ്. എന്താണ് മക്കളെ കാര്യം? പഴയ സാധനങ്ങൾ പറക്കാനേ ആക്രിക്കാരൻ വന്നിരിക്കണം. നമ്മൾ നോക്കിയിട്ട് അച്ഛൻ മാത്രമേ പഴക്കമുള്ളതായിട്ടുള്ളൂ. പെട്ടെന്ന് കയറിക്കാണി. എന്തിനമ്മ? ആക്രിക്കാരനെ വേണ്ടാത്ത പാട്ടുകൾ ഇരുമ്പോലേക്ക് തൂക്കിയെടുത്തോളാന്ന് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞേ. മക്കളൊന്ന് ചേർന്ന് നിൽക്കോടാ. കിട്ടി. എന്തിനാ ഫോട്ടോ എടുത്ത? ഫേസ്ബുക്ക് ഇടാനാ? അല്ലടാ, OLX ഇടാൻ. ആർക്കെങ്കിലും വേണമെങ്കില നീ ഒരു പാട്ട് പാടിയാണ്, ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാം. മതി. മക്കളെ, ഇങ്ങനെ കാളകരയാണ്. നീ അപ്പൊ പറഞ്ഞൊന്നില്ലാന്ന് വേണ്ട. കുറച്ചെങ്കിലും ബുദ്ധിയില്ലേ ഈ സാധനം ഉള്ളിൽ വെക്കരുത്. ഈ സാധനം വെച്ചപ്പോ എനിക്ക് ഡൗട്ട് അടിച്ച്. അപ്പോഴെനിക്ക് ഡൗട്ട് അടിച്ച് ഇത് പുത്തനാണെന്നുള്ള ഡൗട്ട് അടിച്ച്. അവിടെ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരേക്കറുണ്ട്. ഇല്ല, സംഭവ സ്ഥലത്തൊന്നും കിട്ടിയതാ. തന്റെ ഫോൺ കളഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല സാർ, ഫസ്റ്റ് ജെൻ ഐഫോൺ SE അല്ലേ? ബാക്കിൽ ലെഫ്റ്റ് കോർണറിൽ ചെറിയ സ്ക്രാച്ച് ഉള്ള. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സാർ. എന്നാൽ എന്താ? ചൈനയിലെ ചെറിയ കുട്ടികൾ ഫാക്ടറിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ ഐഫോൺ സാർ. ബോസ്, ഒരു ഭാഷയുടെ കോളുണ്ട്. ഏത് ഭാഷയാ? സംസാരിച്ചത് മലയാളത്തിലാണ്. അപ്പൊ മലയാളം ഭാഷ തന്നെ. എന്തിനാ ദൈവമേ ഇതേപോലെ മണ്ടന്മാരെ എനിക്ക് ശിഷ്യന്മാരായി തന്നത്? ആ ഫോണിങ് തന്നെ അടപ്പാടല്ലോ. ഹലോ,
ഭാഷ, മാണിക് ഭാഷ. എന്താ അത് എലിവാണം പോയ പോലെ ഒരു ശബ്ദം കേട്ടത്? അതെന്റെ സ്റ്റൈലാ. എന്നാ ഇനി സ്റ്റൈൽ ഇടുന്നതിന് മുമ്പ് ഒന്ന് പറയണേ. അതെന്തിനാ? ഫോണൊന്ന് വിട്ടുപിടിക്കാനാ. ചെവിയുടെ അടവാങ്ക് വരെ അടിച്ചുപോയി. അറിയാമോ, ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഓട്ടക്കാരനായ ഉസൈൻ ബോൾട്ടും ഡിനോസറും കൂടി 500 മീറ്ററുള്ള ഓട്ട മത്സരം വെച്ചാൽ ഡിനോസർ വിജയിക്കില്ലെന്ന്. കാരണം ഡിനോസറുകൾ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നില്ല. നിങ്ങൾക്ക് കേട്ടത് ശരിയാണെങ്കിൽ അത് തെറ്റാവാൻ സാധ്യതയില്ല. ഈ പാട്ടുണ്ടാക്കുമ്പോഴേ ആദ്യം ലിറിക്സ് ആണ് ആദ്യം എഴുതുന്നത്, അതാ ബീറ്റാണ് ഉണ്ടാക്കുന്നത്? ലിറിക്സ് ആദ്യം ഉണ്ടാക്കുന്ന, ലിറിക്സ് ഉണ്ടാക്കിയാലേ പാട്ട് എഴുതാൻ പറ്റും, ഉണ്ടാക്കാനും പറ്റും. ആര് പറഞ്ഞു നിനക്ക് സംഗീതത്തിന്റെ സരിഗമ അറിയാവൂടാ? ആദ്യം ബീറ്റ് കണ്ടുപിടിക്കും, എന്നിട്ടാ വരി എഴുതുന്നത്. നിന്റെ അച്ഛൻ എന്താ മ്യൂസിക് ഡയറക്ടറാണോ? മുകളിൽ ആകാശം. എന്നാ ബാക്കി ഫുള്ള് ജെംസും ചേട്ടൻ തന്നെ തിന്നു. ഇതിനകത്തൊരു പൊത്തമില്ലല്ലോ. മണിമുണ്ടാഞ്ചൻ ചേട്ടൻ തന്നെ. ചേട്ടൻ 500 കിടന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ. കല്ല് മാത്രം വരുന്നടാ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അറിയത്തില്ല. നീ വരാടാ, അടുത്ത നീ വരാടാ. നിന്റെ പിന്നെ ഇവിടെ പിന്നെ ചോദിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇതൊക്കെ അറിയാം. ഇവിടെ ഞാൻ ബാറ്റാ വരും, വേറെ നല്ല സ്കൂളിൽ പോകും. അതെ, അയാൾ ചോദിച്ചിട്ട് പറിച്ചാ പോരെ? ചോദിക്കാതെ പറിച്ചാലേ നൊസ്റ്റാൾജി അടിക്കൂ. അയാൾ പിടിച്ചടിക്കും. എന്റെ അകത്ത് ആകെ ഒരു മാങ്ങയല്ലേ ഉള്ളൂ. സംഭവടാ, ഇയാള് മാങ്ങാണ്ടി വെച്ചപ്പോ പൊസിഷൻ മാറിപ്പോയി. ഇല്ലെങ്കിൽ നല്ല കായ്ഫലം കിട്ടണ്ടേ? അത് നിനക്കെങ്ങനെ അറിയൂ? എന്റെ അച്ഛന് പണ്ട് റബ്ബർ കൃഷിയല്ലായിരുന്നു. പിന്നെന്തോ പറ്റി? പിന്നെ വലിച്ചു. നിനക്കൊക്കെ മാവിന്ന് തന്നെ മാങ്ങ പറിക്കണം അല്ലേടാ? പിന്നെ പ്ലാവീത് പറിക്കാൻ പറ്റൂ. പ്ലാവില് ആരോട് വെച്ചിട്ടാണ് ഈ അണ്ണാ കുഞ്ഞിനെ മരത്തിക്ക്? അത് തന്നെ കേറിയതാ. ഇങ്ങോട്ടിറങ്ങടാ. ഞാൻ ചിരിച്ചില്ലെങ്കിൽ എനിക്ക് ആ കോമഡി ഇഷ്ടപ്പെട്ടില്ല. നീ ആ പുത്തേഴ്ത്തുള്ളില്ലടാ. നീയോ? ഞാൻ കുറച്ച് വടക്കെന്ന് പറയുമ്പോ തെക്കിന്റെ ഓപ്പോസിറ്റ്. നീ പടിഞ്ഞാറായിരിക്കും. ദിശ ആണെങ്കിൽ എടാ നിനക്ക് 10-35 വയസ്സില്ലേടാ? ഒരു കല്യാണമൊക്കെ വെച്ച് ലൈഫ് ടൈം സെറ്റിൽ ആവടാ. അങ്കിൾ, എനിക്ക് സ്വന്തമായിട്ട് കാറുണ്ട്, വീടുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. പിന്നെ എന്ത് പ്രശ്നം? പക്ഷെ പെണ്ണില്ല. ആലോചന കാണാൻ പോകുന്ന പെണ്ണുങ്ങളെല്ലാം പറയുന്ന അവളുമാർക്ക് വേറെ പ്രേമമുണ്ട്, ചേട്ട ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയണോന്ന്. അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോ നാട്ടുകാർ പറയുന്നത് എനിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന്. കൊടുക്കാൻ പെങ്ങൾ വല്ലതും ഉണ്ടോടാ? എനിക്ക് അവനോട് അത്രയും സ്നേഹമൊന്നുമില്ല. അങ്കിളിന് പെൺമക്കളുണ്ടോ? അയ്യോ, ഉണ്ടായിരുന്നേ ഉറപ്പായിട്ട് നിനക്ക് കെട്ടിച്ചേരത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരുമിച്ച് തരാം കേട്ടോ. അതാ വരുന്നത്. അവനെ എന്നെ വെല്ലുവിളിച്ചേക്കുന്നവൻ ഇന്ന് അവന്റെ പരിപ്പ് കിടക്കും. ഒടുക്കനോളി അവന്റെ മണ്ടക്കിടി പൊട്ടി. നമുക്ക് പോണ വഴിക്ക് അജിനെ കൂടെ വിളിക്കാം. എന്തിന്? അല്ല, അവനൊരു ബലത്തിലിരിക്കട്ടെ. രണ്ടുപേരായിട്ട് പോണെന്തിന്? നീ എന്റെ ഇടി കണ്ടോണ്ടാ? ഇല്ല. അപ്പൊ അവനെ കൂടെ വിളിക്കാം. അച്ഛാ, പോക്കറ്റിൽ നിന്ന് ഒരു 6 എടുത്തിണ്ടേ. മോനോ നിന്നേ. എന്താ അച്ഛാ? ഈ 1000 എന്തിനേന്ന്? പൂക്കൾ മത്സരമാണല്ലോ. പൂ വാങ്ങാൻ 500, കോസ്റ്റ്യൂമിൽ 500, ഇപ്പൊ 1000. ശരി ശരി. അപ്പൊ ഇന്നലത്തെ 300 അത് ട്യൂഷനിൽ ഓണാഘോഷിക്കാം. അന്നെ ട്യൂഷന് ചേർത്തുണ്ടോ? ട്യൂഷൻ അടുത്ത് വെച്ചിട്ട് ഓണാഘോഷിച്ചൂടെ? അമ്മ ഇപ്പൊ മെന്റൽ അല്ലേ, ഡെന്റൽ ആണ്. രണ്ടും ഒന്ന് തന്നെ. ആ മെന്റലേ, എന്റെ ഒരു സൈഡിലെ പല്ല് മൊത്തം പോയിരിക്കും. അത് കൈയിരിപ്പിന്റെ. ഈ വയസ്സാവും തോറി പല്ലിന്റെ എണ്ണം കുറയുന്നതിന്റെ കൂടെ അച്ഛൻ്റെ എല്ലിന്റെ കൂടെ കുറയും. അതുകൊണ്ട് വാടത്തി മിണ്ടായിരിക്കണം. ഓക്കെ അച്ഛാ?
മോനെ വാൻ തുറക്കൂ. അയ്യോ വാർക്കാൻ പറ്റത്തില്ല അളിയൻ പൊത്തിപ്പിടിക്കാൻ വേണ്ടി സിബൊന്നും അല്ല തുറക്കാൻ പറഞ്ഞത്, വായ. അളിയാ പല്ല അത് നാറിയിരിക്കും അളിയാ. മടിയനായി പുത്രൻ്റെ കൂടെ കൂട്ടുകൂടി അച്ഛന്റെ മോന്റെ പല്ലും മടിയനായി. അങ്ങനെ അത് കിടന്ന് ഉറങ്ങുവാണ്. ഉറങ്ങുന്ന അതും വെറുതെ ഉറങ്ങുമല്ല, തലങ്ങണ വെച്ച് കിടന്നുറങ്ങുന്നു. ഇതിന്റെ പരിഹാരം എന്ന് പറയുമ്പം ഇവൻ ഈ തലങ്ങണ വെക്കുന്ന മേളത്തെ 2 പല്ലും താഴത്തെ 2 പല്ലും അങ്ങ് എടുത്ത് കളയാം. ഓ അപ്പം വെക്കാൻ പറ്റൂല്ലോ, വിഴുങ്ങാനല്ലേ പറ്റൂ അല്ലേടാ. മകളെ നീ വർക്ക് കണ്ടിന്യൂ ചെയ്യട്ടാ. ഓ അമ്മ, ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അടിച്ചു നിനക്ക് കുളിയടാ, നാട്ടി മാറിക്കോളൂ. ഉള്ളത് തന്നെ. അച്ഛാ ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എന്നും കുളിച്ചില്ലടാ നീ? ഞാൻ കുളിച്ചാ പൗഡർ അത്രക്കെ പൂശി നിൽക്കാനും, പക്ഷെ നാട്ടിൽ പോയിട്ടില്ല ഏട്ടാ. അതല്ല അച്ഛാ, വേറെ എന്തോ നാറുന്നുണ്ട്. ഇനി എന്നെങ്ങനെ തന്നെ അങ്ങനെ വരാൻ വഴിയില്ലല്ല. കഴിയാച്ച കുളിച്ചാണല്ല. എടാ നമ്മളിനി ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ലടാ. ശരിയാടാ, നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായി. അമ്മക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലോ? അത് നല്ലൊരു ഐഡിയ കേട്ടോ. റിയൽ എസ്റ്റേറ്റ് നോക്കിയാലോ? റിയൽ എസ്റ്റേറ്റ് ഒന്നും വേണ്ട, വേറെ വലിയ എന്റെ പിടിക്കും. എന്നാ അമ്മക്ക് വല്ല ട്രേഡിംഗ് നോക്കിയാലോ? അതാകുമ്പോ ഒറ്റയ്ക്ക് കോടികളൊക്കെ കിട്ടും. ട്രേഡിംഗ് ആകുമ്പോൾ അടിപൊളിയാ, അതാകുമ്പോ വലിയ പണിയെടുക്കണ്ട. വാച്ചടിച്ച് പൊളിക്കുന്നതിന് മുമ്പ് കടപടിച്ച് പൊളിക്കുന്നവരാണ്. അപ്പൊ ഏതോ പിച്ചക്കാരനാ, പോയിട്ട് പിന്നെ പൈസ ഒന്നുമില്ല. പണ്ട് നിക്കറി തോറിയാണെന്ന് എനിക്ക് ഫ്യൂരി അല്ല, ലോകത്തിന്റെ കാവൽക്കാരൻ കൊല്ലം ഫ്യൂരിയാ ഞാൻ. ഇത് നിങ്ങളെ കൊച്ചുമോനല്ലേ, അവന്റെ കൈ കിടന്ന് വാച്ച് എന്റെതാ. ഐ വാണ്ട് മൈ വാച്ച്. ബയോളജി ടീച്ചറായിട്ട് കുളിമുറി നോക്കിയ ക്ലിപ്പ് എന്റെ എപ്പോഴും കിടപ്പുണ്ട്, ഞാൻ അത് വൈറലാക്കും. അരുത്, 50 MB നമ്മൾ നെറ്റ് തീരും. എന്നാലും കുളിക്കാൻ മടി. തേച്ച് കുളിച്ചാൽ ശരീരം വെളുക്കുമല്ലോ. ഈ റോള് കുറച്ചുകൂടെ ചേരുന്നത് നമ്മുടെ കലാമണ്ഡല സത്യഭാമ ചേച്ചിക്കായിരുന്നു. ഇങ്ങനെ കരയാതെ പറഞ്ഞ വല്ല മായക്കാത്ത വല്ല സൈനയുടെ കലയിൽ കൊടുത്ത് തീർക്കുമായി. ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് താങ്കൾ ഇല്ലാത്ത ശബ്ദം കേട്ടതാണെന്നാണ് താങ്കളുടെ ഭാര്യ പറയുന്നത്. അല്ല, ഞാൻ ശരിക്കും കേട്ടതാണ്. അതൊക്കെ പോട്ടെ, അത് മയക്കുമരുന്നാണെന്ന് കോടതിക്ക് എങ്ങനെ അറിയാം? ഇത് കണ്ടാൽ തന്നെ അറിയാലോ. ഓ, അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനും നരേന്ദ്രമോദിയും കാണാൻ ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ നരേന്ദ്രമോദി എന്റെ അച്ഛനാവൂ? കണ്ട വായറിഞ്ഞില്ലേ? അല്ല, പിന്നെ നിനക്ക് അച്ഛനുണ്ട്? അല്ല, എന്റെ വീട്ടുകാരെ എയർ ഡ്രോപ്പ് ചെയ്തെടുത്തതാ. അതിന് എന്റെ വീട്ടുകാർക്ക് ഐഫോൺ ഉണ്ടാ? നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ ഇവളുടെ റൂമിൽ ഒരു അന്യ പുരുഷന്റെ ശബ്ദം കേട്ടതാണ്. ഓ, കല്യാണം കഴിയുമ്പോൾ ഉള്ള അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. പക്ഷെ ആ സർപ്രൈസ് ഈ അവിഹിതമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ കേട്ടേ ശരിയാണോ മോൾ? അവിഹിതം ഉണ്ടോ? കണ്ടോ പാവം കൊച്ച്, നീ കണ്ട മയക്കുമരുന്ന് ഉപയോഗിച്ച് ഓരോ തോന്നൽ തോന്നിയിട്ട്. എന്നാൽ നിങ്ങൾ ഇവളും തമ്മിൽ അവിഹിതമാണെന്ന് ഞാൻ നാട്ടിൽ പറഞ്ഞു വരുത്തും. മോനെ, എന്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത്. പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കുറ്റപ്പെടുത്തിയ നിങ്ങളുടെ കഞ്ഞിയിൽ കസ്കസ് ഇട്ട് തരാൻ മതി വാദിച്ചത്. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നു. അടുത്ത 12ലേക്ക് ഞാൻ വാദം മാറ്റട്ടെ. വാദം മാറ്റാൻ താനാരും കുറുന്തോട്ടിയ വാദം ഒന്നും മാറ്റേണ്ട, അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എനിക്ക് റിവേഴ്സ് വേണം. മോളെ, സത്യം പറയും, ആ അന്യപുരുഷന്റെ ശബ്ദം ആരുടെയായിരുന്നു? അയ്യോ സാറേ, ഇത് അന്യപുരുഷന്റെ ശബ്ദമല്ല, എന്റെ തന്നെ ശബ്ദമാണ്. നമ്മൾ വലുതായിട്ട് ചിന്തിക്കണം. എന്തിനും നല്ലൊരു ബിസിനസ് തുടങ്ങണം, എന്നാലും നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ. ഞാനും എന്നോട് കുറെ ആയിട്ട് ഇത് പറയണം എന്ന് എഴുതിയിരിക്കണം. പക്ഷെ എന്ത് ബിസിനസ് നമ്മൾ തുടങ്ങുക? എടാ, അങ്ങനെയാണ് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. 5 ലക്ഷം റുപ്യ ഞാൻ മുടക്കാം. 5 ലക്ഷം റുപ്യ നമുക്ക് നേരെ ഊട്ടി കൂടാ. ഊട്ടിയിൽ നേരെ റബ്ബറാണ് വെക്കുക ഫുള്ള്.
ഊട്ടിയിൽ അതിന് റബ്ബർ ഉണ്ടോ? പിന്നെ ഊട്ടിയിൽ റബ്ബർ ഇല്ലാതെ എന്റെ വല്യപ്പൊക്കെ ഊട്ടിയിൽ റബ്ബർ വെച്ചിട്ടാ ഈ നിലയ്ക്ക് എത്തിയത്. ഞങ്ങൾക്ക് റബ്ബർ പറ്റില്ലാന്നുണ്ടെങ്കിൽ തേക്കായാലും മതി. നമുക്ക് ഈ തേക്കിന്റെ ഒക്കെ ഇടയിൽ കൂടി ഓരോ ചക്കിയും വെക്കാല്ലേ ഒരു ഭംഗിക്ക്. ആന്ന്. പക്ഷെ ഈ തമിഴ്നാട്ടിലൊക്കെ ആവുമ്പോ ഈ പോകലും വരവൊക്കെ പൈസ നല്ല ചെലവല്ലേ? അതിനിപ്പോ എന്താ 5 ലക്ഷം കൂടി കൂടും. അപ്പൊ മൊത്തം 15 ലക്ഷം. എത്ര പൈസ നമ്മൾ വെറുതെ ചെലവാക്കണു? ഇതിനാ നല്ലൊരു കാര്യത്തിനല്ലേ? സെറ്റ് ആണല്ലേ? പിന്നെ സെറ്റ് അല്ലേ എന്നുള്ളു. ടോട്ടൽ 30 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി സിമ്പിൾ ആയിട്ട് നടക്കും. പിന്നെ കുഞ്ഞാണി വിളിച്ചിരുന്നു ഗ്രൗണ്ടിലത്തെ പന്ത് പൊട്ടിക്കണെന്ന്. പന്തിന് പെരുവേ 20 ഉറുപ്പ്യ കൊടുക്കാൻ പറഞ്ഞു. ഇത് കൊടുത്തോ? ഞാൻ എന്തിനാ ഇട്ടേന്ന്? ഈ ടൈപ്പ് കാഴ്ചകളൊക്കെ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന എറണാകുളം, ബാംഗ്ലൂര്, അവിടുത്തെ ചില പാർക്കിലും കാട്ടിനടിയിലും ഒക്കെയാണ്. ഞാൻ എന്തിനാ ഇവരെയൊക്കെ വെറുതെ ജഡ്ജ് ചെയ്യുന്ന? ഭൂമി എല്ലാ ജീവജാലകൾക്കും ഉള്ളതാണ്. അവരും ജീവിക്കട്ടെ മണ്ണിനടിയിൽ. അല്ലമ്മങ്ങൾ എന്തിനാ എന്നും വന്ന് ഈ ചെടി നനക്കാൻ നിൽക്കണത്? ഇത് പല പച്ചക്കറിയാണ്, നമുക്ക് തിന്നാനെങ്കിലും പറ്റൂലേ? ഈ പൂവും കായൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ഉപകാരമുള്ളത്? അതിപ്പോ 10 കൊല്ലമായിട്ട് അന്നൊക്കെയാ നോക്കില്ല. എന്നിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഈച്ചകൾ എനിക്ക് പൂവേലും തരും. എന്താ തരിക? എന്നെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലല്ലോ. പിന്നെ മുണ്ടായിരിക്കും അവിടെ. ചെലക്കാൻ വന്നിട്ട് രാവിലെ തന്നെ. ഞാനേ കോളേജിൽ പോകണമെങ്കിൽ 500 രൂപ വേഗം തന്നാണി. ഞങ്ങൾക്ക് ഓണാഘോഷ വേണ്ടേരി. ആ മളയാ എന്നോട് ഞാൻ പറയാൻ മറന്നു. ഇജ്ജ് പോണ വയ്ക്കേ നമ്മളിപ്പോ കുഴിച്ചിട്ട് മരല്ല പൈസ കഴിക്കണത്. അവൻ 500 രൂപ പറിച്ചോണ്ടിട്ടോ പണ്ണിന്റെ അടുത്ത് കിട്ടും. ബസ്സിനുള്ള 10 രൂപ അയച്ചു അടുത്ത് പോയാൽ മതി. ഓണാഘോഷത്തിനുള്ള 500 രൂപ. ഇമ്മ ഞങ്ങളോട് അയൺ ചെയ്ത് വെക്കാൻ പറഞ്ഞല്ലേ? ഒരു കല്യാണത്തിന് അവനതേ ഇനി എന്താ ചെയ്യാ? നിങ്ങൾ വെറുതെ ചെയ്തു വെച്ചൂടെ? പിന്നെ ഇവിടെയുള്ള പണികളൊക്കെ പിന്നെ ബാപ്പയുള്ള ചെയ്യല്ലേ. ഞാൻ അങ്ങനെ എപ്പോഴും ഇവിടെ ഉണ്ടാവുന്നോട്ടോ നിങ്ങൾക്ക് ഇന്നപ്പോ ഒരു വില ഇല്ലാത്തത്. എന്റെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ കാണാൻ പോയേക്കും. ഇതൊക്കെ കെട്ടിപ്പോയിട്ടുള്ള മനുഷ്യന് സമാധാനം ഇല്ലെന്ന് കിടന്നുറങ്ങാൻ. ഇപ്പൊ എന്നെ കെട്ടിക്കൊണ്ടോട് ചെക്കൻ എന്നെ പറ്റാതെ കണ്ടെ കൊണ്ടു നടക്കുമെന്ന് എന്റെ പേടി. നല്ലൊരു ചെക്കനെ കെട്ടി എപ്പൊ തന്നെ കെട്ടിച്ചോളൂ. അതിനെങ്ങനെ എന്നെ കാക്കിയത് പറ്റണ്ടേ? ഇത്തവണ മഴ നേരത്തെ എത്തും പാലക്കാട്. താൻ എന്താ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലോ. എന്തേ? ആ പേപ്പറേ. സോറി സാബ്ജി. സി മിസ്റ്റർ രാജേഷ് ഖന്ന, ഇപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വെള്ളം ഒഴിക്കാമോ? ആ ശരി. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല. മാറിയിരുന്നേക്കാം. വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി മാറ്റി. ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. രണ്ടാമത് സോറി സാർ. എന്നാ കുറച്ച് സോപ്പ് കൊടുത്തേക്കണോ? എന്ത് സോപ്പാണ് സാർ? പറ്റിലെഴുതിക്കോളാം. എന്താണത്? തുണ്ട് വേണം. തുണ്ട് ചെയ്യുന്നത് വേണ്ടേ? ഒരു ടീച്ചറിന്റെ മുൻ കാണിക്കുന്ന പരിപാടിയാണോ മാഡം? ഞാൻ തുണ്ട് വെക്കില്ല മാം. തുണ്ട് അമ്മയുടെ വഴിയാണ് ഞാൻ പിന്തുടരുന്നത്. നിന്റെ അമ്മയുടെ തുണ്ട് പിന്നെ എങ്ങനെയാണോ തന്റെ പേപ്പറിന്റെ ഇടയിൽ വന്നത്? മേളിൽ നിന്ന് പൊട്ടി വീണോ? എന്റെ അച്ഛൻ ഇരിക്കുന്ന അവിടെ